താടി വെക്കൽ സുന്നത്തും വടിക്കൽ ഹറാമുമാണ്. താടി വെക്കേണ്ട ആവശ്യമില്ല, താടി എടുക്കാഞ്ഞാൽ മതി. താടി വെക്കലില്ലല്ലോ, ഒന്നും താടി വെച്ചതല്ല. താടി എടുക്കാതിരിക്കാന്നതാണ്. ഹദീസിൽ വന്ന പ്രയോഗങ്ങളൊക്കെ ഒന്ന് വഫിറുൽ ലിഹ, താടിയെ നിങ്ങൾ സമൃദ്ധമാക്കുക. അഴ്ഫുൽ ലിഹ, താടിയെ നിങ്ങൾ വെറുതെ വിടുക എന്നൊക്കെയാണ് ഹദീസിൽ വന്ന പ്രയോഗങ്ങൾ. അപ്പൊ അവിടെ വന്ന ആ പ്രയോഗങ്ങൾ കൽപ്പനാക്രിയകളാണ്. കൽപ്പനാക്രിയ ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം ആ കാര്യം നിർബന്ധമാണ്. ഒരു കൽപ്പനാക്രിയ വന്നാൽ അതിന്റെ ഒന്നാമത്തെ അർത്ഥം നിർബന്ധമാണ്. എന്നാൽ എല്ലാ കൽപ്പനാക്രിയയും നിർബന്ധം എന്നാണോ? അല്ല. സുന്നത്താണ് എന്ന് പറയാൻ കൽപ്പനാക്രിയ ഉപയോഗിക്കും, അനുവദനീയമാണ് എന്ന് പറയാനും കൽപ്പനാക്രിയ ഉപയോഗിക്കും, ചിലപ്പോൾ ചെയ്യരുതെന്ന് പറയാനും കൽപ്പനാക്രിയ ഉപയോഗിക്കും. അത് അറബിയിലുണ്ട്, എല്ലാ ഭാഷയിലുണ്ട്. അപ്പൊ നമ്മളെ കുട്ടികളോട് ചോദിക്കും, അപ്പോൾ സ്കൂളിൽ ടൂർ പോകുന്നുണ്ട്, ഞാൻ പോട്ടേച്ചു, ഈ പോണ്ടാന്ന്. കുറച്ച് ഞാൻ പിന്നെ ഞാൻ പോട്ടേച്ചു, പോണ്ടാന്ന്. പിന്നെ വന്ന് ഞാൻ പോട്ടയച്ചു, വേണ്ടാന്ന്. പിന്നെ വന്ന് ഞാൻ പൊടുന്നാൾ പെയ്ക്കോ പറഞ്ഞു, ഞാൻ പൂണിച്ചാല് പെയ്ക്കോന് പോകുമ്പോൾ ഞാൻ പൂണിച്ചാണ്. അതെന്താ പെയ്ക്കോ എന്നാ പറഞ്ഞില്ലെങ്കിലും അർത്ഥം എന്താണ്? പോണ്ടെന്നാണ്. അതാ പറച്ചിൽ മനസ്സിലായി. പോണ്ടാനപ്പോ പോട്ടയച്ചു, പെയ്ക്കോനപ്പോ പോണിച്ചാന്ന് പറഞ്ഞു. അത് സന്ദർഭത്തിന് കിട്ടും. അത് അറബിയിലും അങ്ങനെ തന്നെ. അപ്പൊ കൽപ്പനാക്രിയ വന്ന എല്ലാ സ്ഥലത്തും നിർബന്ധമായും ചെയ്യണമെന്ന് വരില്ല. ഉദാഹരണം സൂറത്തുൽ ജുമുഅയിലെ 2 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. വിശ്വാസികളെ വെള്ളിയാഴ്ച നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ വേഗത്തിൽ പോകണം. ഒരു കൽപ്പനാക്രിയ. വദറുൽ ബൈഅ, കച്ചവടം നിങ്ങൾ ഒഴിവാക്കണം. മറ്റൊരു കൽപ്പനാക്രിയ. അടുത്ത ആയത്ത്, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ്. നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കണം. ഒരു കൽപ്പനാക്രിയ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങൾ തേടണം, അഥവാ കച്ചവടം മറ്റേടുപാടൊക്കെ ചെയ്യണം. 4 കൽപ്പനാക്രിയ. 2 നിർബന്ധമാണ്, 2 അനുവദനീയമാണ്. അപ്പൊ താടിയുമായി ബന്ധപ്പെട്ട് വന്ന കൽപ്പനാക്രിയകൾ ഉപയോഗിച്ചതൊക്കെ കൽപ്പനാക്രിയയാണ്. അതുകൊണ്ട് അതിന്റെ പ്രഥമാർത്ഥ പ്രകാരം താടി വളർത്തൽ നിർബന്ധമാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ കൽപ്പനാക്രിയ നിർബന്ധത്തെ കുറിക്കുന്നുണ്ടോ, അതല്ല പ്രബലമായ സുന്നത്ത് എന്നാണോ എന്ന ചർച്ചകൾ കൊണ്ടുവന്ന ചില പണ്ഡിതന്മാരുണ്ട്. ആ വീക്ഷണപ്രകാരം ഒന്നുകിൽ നിർബന്ധം, അല്ലെങ്കിൽ നിർബന്ധത്തിന് തൊട്ടുതായി നിൽക്കുന്ന അതിശക്തമായ പ്രബലമായ സുന്നത്ത്. വെറും സുന്നത്തല്ല. നിർബന്ധമാണെങ്കിൽ വടിക്കൽ ഹറാം. കാരണം ചെയ്യണം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് കുറ്റകരമായി മാറും. ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായം അതാണ്, വടിക്കൽ ഹറാമാണ്, പൂർണ്ണമായും വടിച്ചു കളയുക എന്നത് ഹറാമാണ് എന്ന് തന്നെയാണ് അതിലുള്ള ചർച്ച. എന്നാൽ മീശ വെട്ടണം എന്ന് പ്രത്യേകം ഹദീസ് വന്നു. മീശ എടുക്കണം, മീശ വെട്ടണം എന്നൊക്കെയുള്ള ഖസുശ്ശവാരി എന്ന പ്രയോഗം ഹദീസിൽ വന്നു. നഖം വെട്ടണം ഹദീസിൽ വന്നു. കക്ഷം പറിക്കണം ഹദീസിൽ വന്നു. കുഹ്യരോമം നീക്കണം ഹദീസിൽ വന്നു. എന്നതുപോലെ മീശ നിങ്ങൾ എടുക്കുക, മീശ നിങ്ങൾ വെട്ടുക എന്നൊക്കെയുള്ള ഹദീസും സ്വഹിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അതികഠിനമായ പ്രബലമായ സുന്നത്താണ് താടി വളർത്തുക. അതിന്റെ പൂർണ്ണതയാണ് താടിയെ സമൃദ്ധമാക്കുക, താടിയെ വെറുതെ വിടുക. അതാണ് ഏറ്റവും പൂർണ്ണത. ഈ തലപ്പൊന്ന് വെട്ടിയാൽ കുറ്റം കിട്ടും, ഹറാമാകും എന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പരിപൂർണമായ, അഫ്ദലായ രൂപം താടി സമൃദ്ധമാക്കുക. നബി തങ്ങൾക്ക് നീണ്ട സമൃദ്ധമായ താടി ഉണ്ടായിരുന്നു. എല്ലാ സ്വഹാബിമാരും താടിയുള്ളവർ, താടിയില്ലാത്ത സ്വഹാബില്ല. താടി മുളക്കാത്തുണ്ടെങ്കിൽ അത് വേറെ കാര്യം. താടി ഉണ്ടായിട്ട് ഒഴിവാക്കിയ സ്വഹാബിയും ഇല്ല. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നെ കൊല്ലാനായി എതിരാളികൾ വീട് വളഞ്ഞു, വാതിൽ ചവിട്ടിപ്പൊളിച്ച് അവരകത്ത് കടന്നു. ആദ്യം ചെയ്ത പണി ഉസ്മാൻ അഫ്ഫാനെ താടി പിടിച്ച് വലിച്ചു. ആ പിടിച്ചത് സ്വഹാബിയുടെ മകനായിരുന്നു. ഒറ്റ സ്വഹാബി ആ കൂട്ടത്തിലില്ല, സ്വഹാബിമാരുടെ മക്കളുമില്ല, ഈ ഒരാളല്ല. ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു, എടാ എൻ്റെ വാപ്പ പോലും പിടിക്കാൻ ധൈര്യം കാണിക്കാത്ത സ്ഥലത്താണ് നീ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ലജ്ജ തോന്നി, കുറ്റബോധം തോന്നി, അദ്ദേഹം പിന്മാറിപ്പോവുകയും ചെയ്തു. അപ്പൊ പിടിച്ചു വലിക്കാൻ മാത്രം താടി ഉസ്മാൻ അഫ്ഫാൻ ഉണ്ടായിരുന്നു എന്നാണല്ലോ ആ സംഭവത്തിൽ മനസ്സിലാകുന്നത്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാറൂൻ നബിയെ പ്രതിനിധിയാക്കി നിർത്തിക്കൊണ്ടാണ് തൗറാത്ത് വാങ്ങാൻ പോയത്. തൗറാത്ത് വാങ്ങാൻ പോയപ്പോഴാണ് അവിടുന്ന് അല്ലാഹു തആല വിവരം കൊടുത്തത്, എന്റെ ജനത വഴി പയച്ചിട്ടുണ്ട്, ശിർക്ക് ചെയ്യുന്നുണ്ട്. മൂസാ നബി ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്നു. എന്നിട്ട് തന്റെ കൈയുള്ള തൗറാത്തിന്റെ ഫലകം അതൊക്കെ താഴത്ത് കിട്ടി. ഹാറൂൻ നബിയുടെ താടി പിടിച്ചു വിളിച്ചു. ഹാറൂൻ നബി പറഞ്ഞു, താടിയും മുടിയൊന്നും പിടിച്ച് വലിക്കല്ല. ആൾക്കാർ പറഞ്ഞ ഓരോമില് കച്ചറായി എന്ന് പറയുന്നത്. അപ്പൊ പിടിച്ച് വലിക്കാൻ മാത്രം താടി ഹാറൂൻ നബിക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ അതാണ് ശരിയായ മാതൃക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പൂർണ്ണമായും പഠിച്ചു കളയുക ഹറാമാണ് എന്നാണ് പ്രബലമായ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായപ്രകാരം. താടി പൂർണ്ണമായും പഠിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. വല്ലാഹു അഅലം.